നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. LDF സർക്കാരിന്റെ തുടർച്ച അനിവാര്യമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. കോൺഗ്രസ് കോർപ്പറേറ്റ് നയങ്ങളെ പിന്തുടരുകയാണെന്നും ആരോപണം. KGOA ജില്ലാ സമ്മേളനം കൊല്ലത്ത്. അയോധ്യയിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠ. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മാതാ അമൃതാനന്ദമായി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പ്രത്യേക ട്രെയിനിലാണ് യാത്ര. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ലെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന LDF സർക്കാരിന് തുടർച്ച അനിവാര്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. KGOA ജില്ലാ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കോർപ്പറേറ്റ് നയങ്ങളെ പിന്തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന സർക്കാരിന് തുടർച്ച അനിവാര്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. KGOAയുടെ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഭരണം വന്നാൽ 10 വർഷം നാം നേടിയ സകല വികസന നേട്ടങ്ങളും പിന്നോട്ടടിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ രാജ്യത്താകമാനം പോരാടുന്നത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എന്നും കോർപ്പറേറ്റ് നയങ്ങൾക്കൊപ്പമാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കുക വഴി BJP സർക്കാരുകൾക്ക് വഴിയൊരുക്കുകയാണ് ഉണ്ടാവുക. സാമ്രാജ്യത്വ നയങ്ങളുടെ തിക്തഫലങ്ങൾ നമ്മുടെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ഇതെന്നും പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. മാർക്സിസവും അതിന്റെ ആശയങ്ങളും എല്ലാം കാലഹരണപ്പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പകരം വംശീയതയുടെയും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെതുമായ ആശയങ്ങൾ നമ്മുടെ ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ്. ഒരു സ്വത്വ രാഷ്ട്രീയം വെച്ചും ഒരു വർഗീയ വിശകലനം വെച്ചുകൊണ്ടും ലോകത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ പറ്റി മനസ്സിലാക്കുക നമുക്ക് അസാധ്യമാണ്. എന്നാൽ ആധുനിക മുതലാളിത്വത്തെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ചലന നിയമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത മാർക്സിന്റെയും അതുപോലെ ആ സിദ്ധാന്തങ്ങളും മനസ്സിലാക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ചലനങ്ങളെ കാണുവാനോ എങ്ങനെ മറികടക്കണം എന്ന് മനസ്സിലാക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. മാർക്സ് പറഞ്ഞത് ലോകത്തിന്റെ ഇതുവരെയുള്ള സാമൂഹ്യ വളർച്ചയെ എല്ലാം അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് മറ്റ് എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും, അത് പ്രാകൃത കമ്മ്യൂണിസം തൊട്ട് അടിമ കുടമ കാലം തൊട്ട് ജമ്മിത്വത്തിന്റെ കാലം തൊട്ട് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ജില്ലാ പ്രസിഡന്റ് A. അജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R. രാജേഷ്, ട്രഷറർ സീന ജെറോം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സുധാകരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. പ്രവീൺ, B. സുജിത്ത്, R. അരുൺകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അയോധ്യയിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മാതാ അമൃതാനന്ദമായി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. 19-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. കായംകുളത്ത് നിന്നും പ്രത്യേക ട്രെയിനിലാണ് അമൃതാനന്ദമായി പുറപ്പെട്ടത്. അയോധ്യ ക്ഷേത്രത്തിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠ നിർവഹിക്കുന്നതിനായാണ് അമൃതാനന്ദമയി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഈ മാസം 19-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക ട്രെയിനിലാണ് അമൃതാനന്ദമയി അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. മുതിർന്ന സന്യാസ ശിഷ്യരും 1000-ഓളം ആശ്രമ അന്തേവാസികളും അമൃതാനന്ദമയിയെ അനുഗമിച്ചു. ക്ഷേത്രത്തിന്റെ 2-ാം നിലയിലാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠ. വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കാനായി എത്തുന്ന അമൃതാനന്ദമയിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായി, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിവേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. പരിപാടികൾക്ക് ശേഷം 22-ന് അമൃതപുരിയിൽ മടങ്ങിയെത്തും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആനയിടിയിൽ നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചു. 3-4 വാർഡുകളിലായിരുന്നു നായയുടെ ആക്രമണം. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 3-4 വാർഡുകളിലായാണ് നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചത്. ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറെ കൂടെ ഒന്ന് പറ്റി പിടിക്കുന്നത്. ഞാൻ വീണ്, പിന്നെ കാലെ
വിട്ടങ്ങ് കടിച്ചു പരിചയം. എന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയോ? ശ്വാസം പോയി. എന്ത് പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വന്ന് ഇനി 20 തീയതി വരണം. 4 ഇഞ്ചക്ഷൻ അതിൻ്റെ ഡേറ്റ് കുറിച്ച് വന്നിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റു. അരുവിനൂർ വിളക്കിഴക്കത്തിൽ ഗോപിനാഥൻ പിള്ള, ഉഷാരിയത്ത് മണിയമ്മ, അരുവിനൂർ വിളക്കിഴക്കത്തിൽ ഉണ്ണികൃഷ്ണപിള്ള എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഇന്നലെയാണെങ്കിൽ 4 പേരോളം പട്ടി കടിച്ച് അവരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വളരെ ഇതിന് അധികൃതർ വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ R ലതാദേവിയുടെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു S ജയമോഹൻ. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി S ജയമോഹനാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ R ലതാദേവിയാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജയമോഹനെ ക്ഷണിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹം ഓഫീസിൽ എത്തുകയും ഏറെ നേരം ചെലവഴിക്കുകയും ചെയ്തു. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു S ജയമോഹൻ. ഇക്കാലത്ത് നിരവധി മാതൃകാ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ B ജയന്തി, SLV, ടി എ ജയൻ എന്നിവർ ചേർന്ന് ജയമോഹനെ സ്വീകരിച്ചു. CPIM കൊല്ലം ഏരിയ സെക്രട്ടറി ബേസിലാൽ, പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാം എന്നിവർ ജയമോഹനൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രസിഡൻ്റായിട്ടും ഇരുന്ന കാലത്തെ അനുഭവങ്ങൾ പൊതുപ്രവർത്തന രംഗത്തെന്നും മുതൽക്കൂട്ടായി മാറിയിട്ടുള്ള ഒന്നാണ്. അടുത്ത ഒരു മേഖലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിക്കപ്പെട്ടപ്പോൾ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് എല്ലാവരുമായി പങ്കുവയ്ക്കുമ്പോൾ തുടക്കം കുറിച്ച സ്ഥലത്ത് നിന്ന് വന്ന് എല്ലാവരെയും കണ്ടിട്ട് തുടങ്ങാം എന്ന് നിശ്ചയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ലതാദേവി MLA ഇവിടെ വന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയും പ്രസിഡന്റിനെ കണ്ടിട്ട് തന്നെ തുടങ്ങണം എന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല നിർവഹിക്കുന്ന സഖാവ് ലതാദേവി MLA കാണാനും ഒപ്പമുള്ള മെമ്പർമാരും ജീവനക്കാരുമെല്ലാം ഒത്തുകൂടി അവരെല്ലാം പഴയകാല അനുഭവങ്ങൾ സന്തോഷം പങ്കുവച്ചത് ഒരാവേശമായി തന്നെ തോന്നി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം നൽകി. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കിയ നേതാവായ ആളല്ലെന്നും അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രനാണ് BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളി നാഥനില്ലാ കളരിയായിരിക്കുകയാണെന്നും MLA പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയാൾ പ്രകടനം നടത്തുകയാണെന്നും രാമചന്ദ്രൻ പറഞ്ഞു. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ല. പാർട്ടിയുടെ കടുത്ത അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന് കാണുവാൻ നമുക്ക് ഏവർക്കും കഴിയും. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ് നമ്മുടെ മുദ്രാവാക്യം? വികസിത ഇന്ത്യ, വികസിത കേരളം. ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, വികസിത കരുനാഗപ്പള്ളി. അതിന് നേതൃത്വം കൊടുക്കുവാൻ ശക്തനും പ്രാപ്തനും ജനമനസ്സുകളിലേക്ക് ഓടിയെത്തുവാൻ പര്യാപ്തമായ ഐശ്വര്യമുള്ള ഒരു മുഖമാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തിരിച്ചേർക്കുന്നത്. മഹാരാഷ്ട്ര മുൻ എംപിയും കരുനാഗപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമായ ഡോക്ടർ സുജയ് പാട്ടീൽ, NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ, മാലുമേൽ സുരേഷ്, R മുരളി എന്നിവർ ചേർന്ന് തൊടിയൂർ രാമചന്ദ്രനെ സ്വീകരിച്ചു. 3 people. My person will go to that every house of those 3 people and ask him how many houses you have covered. They will not let you sleep till the time you have completed the houses. Whatever you have covered, 30 houses, show us 30 houses. So I am here to trouble you, but it is for the party's good.
we have a good chance of winning. We have to fight very strongly. കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവെക്കുന്ന ഏറ്റവും ശക്തമായ മത്സരത്തിന് ടീം NDA കരുനാഗപ്പള്ളി നമ്മൾ ഈ ടീം നേതൃത്വം കൊടുക്കും. നമുക്കിടയിൽ പഠനപഠനങ്ങളില്ല, നമുക്കിടയിൽ തർക്കങ്ങളില്ല, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമുക്കിടയിൽ ആകെയുള്ളത് ഒരേ അഭിപ്രായവും ഒരേ ലക്ഷ്യവും മാത്രമാണ്. ആ ലക്ഷ്യം താമര വിരിയിക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ശാലിനി രാജീവ്, ശംഭു, കുട്ടൻ ശാന്തി, രഞ്ജിത്ത്, സതീഷ് തേവനത്ത്, മഹേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ കരുനാഗപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താര പ്രചാരണ രംഗത്ത് സജീവമായി. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. ലാലാജി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഓച്ചിറയിൽ സമാപിച്ചു. തീരദേശ മേഖലയിലും റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെയാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തെ ഇളക്കിമറിച്ച് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താര റോഡ് ഷോ നടത്തിയത്. ലാലാജി ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളോടെയായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. ദേശീയപാതയിലൂടെ ഓച്ചിറയിലെത്തി. തുടർന്ന് തീരമേഖലയിലൂടെ മണ്ഡലം ചുറ്റി റോഡ് ഷോ സമാപിച്ചു. പാതയോരങ്ങളിൽ തടിച്ചുകൂടിയ നിരവധി പേരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ സമാപിച്ചത്. ബോപ്പർ, കരിമരുന്ന് പ്രയോഗം, DJ എന്നിവയും റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി. LDF നേതാക്കളായ M ശിവശങ്കരപ്പിള്ള, സൂസൻ കോടി, A അനിരുദ്ധൻ, PB സത്യദേവൻ, RS അനിൽ, ജഗജ്ജീവൻ ലാലി, കൃഷ്ണകുമാർ, R രവി, കരിമ്പാലിൽ സദാനന്ദൻ, ഷിഹാബ് പൈനിമോട്, അബ്ദുൽ സലാം അൽഖന, സൈനുദ്ദീൻ, AA ജബ്ബാർ, ഷമീർ അസീസിയ, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. NSSന്റെയും സമുദായ അംഗങ്ങളുടെയും ക്ഷേമവും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനും സംഘടന അച്ചടക്കം നിലനിർത്തുന്നതിനുമാണ് NSS പത്തനാപുരം താലൂക്ക് സമിതി പിരിച്ചുവിട്ടതെന്ന് പുതിയ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. KB ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യവും സമുദായ വിരുദ്ധ നടപടിയോടുള്ള എതിർപ്പുമാണ് ഭൂരിപക്ഷം അംഗങ്ങൾ രാജിവെക്കാനും യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടാനും ഇടയാക്കിയതെന്ന് ഇവർ പറഞ്ഞു. ഒട്ടനവധി സമുദായ നേതാക്കന്മാരുടെ അധ്വാന ഫലമായാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ ഇന്നത്തെ നിലയിലെത്തിയത്. അതിൽ R ബാലകൃഷ്ണപിള്ളയുടെ പങ്കും ചെറുതായി കാണുന്നില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ സ്വത്തുവകകൾ നിർധനരായ നൂറുകണക്കിന് നായന്മാരുടെ അധ്വാന ഫലമായി ആർജിച്ചതാണ്. ഇതിലൊരു കുടുംബത്തിന്റെ മാത്രമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിയർപ്പ് കൂടി ഉൾപ്പെട്ടതാണ്. ആ സ്വത്തുവകകളുടെ സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചാണ് NSS നേതൃത്വം നിലവിലെ യൂണിയനെ പിരിച്ചുവിട്ടതെന്ന് പുതുതായി ചുമതലയേറ്റ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നിലവിലുള്ള കെട്ടിടത്തിൽ പത്മ കഫേ ആരംഭിക്കുന്നതിന് വേണ്ടി നവീകരണം നടത്തിയതിന് 4 കോടിയിലേറെ രൂപയുടെ ചെലവ് എന്നത് സമുദായ അംഗങ്ങൾക്ക് അവിശ്വസനീയമാണ്. NSSന് ലാഭകരമായ രീതിയിൽ കരാറുകൾ നൽകുക എന്നതിന് വിരുദ്ധമായി തന്റെ ഇഷ്ടക്കാർക്ക് കരാറുകൾ നൽകുക എന്നതിൽ മാത്രമായി പ്രസിഡന്റിന്റെ താൽപര്യം ഒതുങ്ങിയതാണ് പത്മ കഫേ നിർമ്മാണത്തിൽ ഇത്രത്തോളം ചെലവുകൾ വന്നുകൂടാൻ ഇടയാക്കിയതെന്നും ഇവർ പറഞ്ഞു. യൂണിയൻ കമ്മിറ്റിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയ ഭരണസമിതി അംഗത്തെ ഗുണ്ടകളെ വിട്ടുതള്ളുന്ന പ്രവർത്തനം ഒരു നായർ സമുദായ അംഗവും അംഗീകരിക്കില്ലെന്നും ഇവർ പറഞ്ഞു. ആരോഗ്യത്തിലെ യാതൊരു കാര്യങ്ങളും ആരോടും ആരോഗ്യമില്ല. സ്വന്തം നിലയിൽ ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനം ചെയ്യുന്ന കേട്ട് ചെയ്തോ. നമ്മളത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാലോ അടി കിട്ടും. ഗണേഷ് കുമാർ അടിക്കുമ്പോൾ ആളിനെ കൊണ്ട് അടിക്കും. സമുദായത്തെ കുറിച്ചാണ് പറയുന്നത്. സമുദായത്തെ കുറിച്ചാണ്. സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. വേണം യൂണിയൻ ഭരണസമിതി അംഗമാണ്. ഗണേഷ് കുമാർ യൂണിയന്റെ പ്രസിഡന്റാണ്. രണ്ടുപേരും ഒരു സമുദായമാണ്. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിക്ക് പറഞ്ഞത് എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നത് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നിലൊരു ഗുണ്ടായി ഉണ്ടെന്ന് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് യോഗത്തിൽ പറഞ്ഞതാണോ അതോ കമ്മിറ്റിയിൽ ഞങ്ങളിരിക്കുന്ന കമ്മിറ്റി പറഞ്ഞതാണ്. യൂണിയന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലായിട്ടും ഇടപെടാൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് സമയം നിശ്ചയിച്ച ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കാത്തിരുന്നിട്ടും മണിക്കൂറുകളോളം വൈകി വന്ന പവിത്രമായ സമാധിയിൽ അവമതിപ്പുണ്ടാക്കി. വർഷങ്ങളായി യൂണിയൻ ഹെഡ് ഓഫീസിനോട് ചേർന്നല്ല മുന്നോട്ട് പോകുന്നത്. ധാർഷ്ട്യവും ധിക്കാരവും മുഖമുദ്രയാക്കി മുന്നോട്ട് പോകാൻ എന്നും കഴിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ അതിനുള്ള ആസൂത്രണം ചെയ്യാൻ യൂണിയൻ കമ്മിറ്റി ആലോചന വെച്ചു. അദ്ദേഹം അതെല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു PA ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ വന്നാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യും. കമ്മിറ്റിക്ക് യാതൊരു അവകാശമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോണം, ഒപ്പിട്ട് കൊടുത്തോണം. അതിനപ്പുറത്തോട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറിയും ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങളും ചോദിക്കാൻ പാടില്ല. അതിൽ അഴിമതി ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് സംശയം തോന്നിയത്? അതിന് ഇത്രയും വലിയൊരു പണിയില് ഇത്രയും രൂപ ചെലവായി എന്ന് പറഞ്ഞപ്പോൾ
അഴിമതിയാണെന്ന് തോന്നി മറ്റ് പല സ്ഥലങ്ങളിലും ഈ പെട്രോൾ കമ്പനി നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മുതൽ ഇങ്ങോട്ട് പലയിടത്തും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ചങ്ങനാശ്ശേരി പെട്രോൾ കമ്പനി നടത്തിയതിന് 1.5 കോടി രൂപ ചിലവായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നു. മാർച്ച് 22-നാണ് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അയ്യൻകാളി പ്രതിമയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 18-ന് ചാലക്കുടിയിൽ നിന്നും ആരംഭിക്കും. കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തെ അവധൂതാശ്രമത്തിലാണ് മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നത്. KPMSന്റെയും ആശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികളുടെയും നേതൃത്വത്തിലാണ് പഠന ഗവേഷണ കേന്ദ്രവും അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമയും സ്ഥാപിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ചാലക്കുടിയിൽ നിന്ന് 18-ന് വൈകിട്ട് 4-ന് സനീഷ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിക്കും. വിവിധ യൂണിയൻ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കൊട്ടാരക്കര സദാനന്ദപുരം ആശ്രമത്തിൽ സമാപിക്കും. 22-ന് വൈകിട്ട് 3-ന് നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ രാംദാസ് അത്താവാലെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി ദീപം തെളിക്കും. മഹാത്മാ അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. രണ്ടുപേരും നല്ല രീതിയിൽ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വെച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ സ്വാമി, ഇന്നത്തെ അവിടുത്തെ സ്വാമി ചിദാനന്ദ ഭാരതി സ്വാമി ഞങ്ങളെ വിളിച്ച് അയ്യങ്കാളിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള ഒരു പ്രതിമ നമ്മൾ അത് പണിത് അതിനുവേണ്ട മണ്ഡപങ്ങളൊക്കെ റെഡിയായി. അത് 22-ാം തീയതി അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഞാനതൊന്ന് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കേരള നവോത്ഥാന ചരിത്രത്തിൽ നിർണായ പങ്കുവഹിച്ച സദാനന്ദ സ്വാമികൾ നവോത്ഥാന നായകന്മാർ പ്രഥമ സ്ഥാനീയനും ചരിത്ര പുരുഷനുമായ മഹാത്മാ അയ്യങ്കാളി കൂടിച്ചേർന്ന് നടത്തിയ വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് കർമ്മഭൂമിയായ കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തുള്ള അവധൂതാശ്രമത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും ആശ്രമത്തിൻ്റെ മഠാധിപതി ബ്രഹ്മശ്രീ ചിദാനന്ദ ഭാരതി സ്വാമിയുടെയും KPMSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ്. സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ G. സുരേന്ദ്രനാഥ്, സംസ്ഥാന ട്രഷറർ G. സുരേന്ദ്രൻ, ജില്ലാ കൺവീനർ G. യശോധരൻ വെള്ളായണിപ്പാലം, സംസ്ഥാന കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, അവധൂതാശ്രമം PRO രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5 സീറ്റുകളിലാണ് RSP മത്സരിക്കുന്നത്. 4 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 5 സീറ്റുകളിലാണ് RSP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ചവറയിൽ RSP മുൻ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മത്സരിക്കും. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ഇരവിപുരത്ത് വിഷ്ണു മോഹനും ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രനും മത്സരിക്കും. കാഞ്ഞങ്ങാട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. പയ്യന്നൂർ സീറ്റിലെ സാധ്യത പരിശോധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അന്തിമ തീരുമാനം കോൺഗ്രസ് അറിയിക്കും. ഞങ്ങൾ അതിന്റെ ഒരു അന്തിമ ഇതാകാതെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രഖ്യാപനം വരാതെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ എല്ലാ കണ്ടിജൻസിയും വെച്ചുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ചു. ദയവത്തിൽ നിങ്ങളുണ്ടാക്കിയ പ്രശ്നമല്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി ഏകണ്ഠമായി തീരുമാനമെടുത്തു. അതോടെ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ചു. പിന്നെ മാധ്യമങ്ങൾ വാർത്ത വന്നുകൊണ്ടിരുന്നു. നമുക്ക് അവഗണിക്കാനല്ല ഒക്കത്തുള്ളൂ. ഇവിടുന്ന് പോയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ന് ആദ്യമായി പ്രഖ്യാപനം കഴിയാതെ തുടങ്ങാനൊക്കത്തില്ലല്ലോ ഔദ്യോഗികമായി. ഞാനിപ്പം MLA ആണേലും അല്ലേലും എല്ലാ ദിവസവും എന്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ചവറയിൽ പോവുക, പ്രധാനപ്പെട്ട വീടുകളിൽ പങ്കെടുക്കേണ്ടിടത്ത് പങ്കെടുക്കുക, ആ ഒരു ദിനചര്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് ഇന്നിപ്പോ പ്രഖ്യാപിച്ച ശേഷം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് സ്ഥാനാർത്ഥിയായി ഇറങ്ങാൻ പോകുന്നത്. UDF ഘടകകക്ഷികളിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് RSP ആണ്. പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ. RSPയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുവെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ മത്സരിക്കുന്നത് 5 സീറ്റുകളിലാണ്. ഒന്ന് ചവറയിൽ മത്സരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തന്നെയാണ്. 2ാമത് സീറ്റ് കുന്നത്തൂർ മത്സരിക്കുന്നത് ഞങ്ങളുടെ യുവജന സംഘടന RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ. ഇരവിപുരത്ത് മത്സരിക്കുന്നത് യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ. 4ാമത്തെ സീറ്റ് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മത്സരിക്കുന്നത് സന്തോഷ് ഭദ്രൻ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ്
ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേ സംബന്ധിച്ച് എൻ്റെ ക്ലാരിഫിക്കേഷൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. LDF സർക്കാരിന് തുടർച്ച അനിവാര്യമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. കോൺഗ്രസ് കോർപ്പറേറ്റ് നയങ്ങളെ പിന്തുടരുകയാണെന്നും ആരോപണം. KGOA ജില്ലാ സമ്മേളനം കൊല്ലത്ത്. അയോധ്യയിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠ. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മാതാ അമൃതാനന്ദമയി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പ്രത്യേക ട്രെയിനിലാണ് യാത്ര. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ലെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.